എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറിയാമ്മസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നാളെ തയ്യാറാക്കാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി തക്കാളി സോസ് ആട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയല്ലോ. തക്കാളി സോസിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കഴുകി വൃത്തിയാക്കി ഒരു 3-4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാര വേണം. പഞ്ചസാരയോടൊപ്പം തന്നെ നമുക്ക് ഇച്ചിരി കറുവാപ്പട്ടയും ഗ്രാമ്പും ഒക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നല്ല അരിക്കിച്ച് കളറൊക്കെ കിട്ടും. പിന്നെ വേണ്ട ഇച്ചിരി വിനേഗറാണ്. വിനേഗറൊക്കെ ഞാനവിടെ വെച്ചിട്ടുണ്ട്. ക്യാമറ പിടിച്ചതിൻ്റെ ഇത് കാണണം, അത് ശരിക്കും ക്ലിയർ ആയിട്ടില്ല. നമ്മൾ ആ കഴുകി വൃത്തിയാക്കി തക്കാളി കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിനകത്തേക്ക് ഇടണം. കുക്കറിനകത്തിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ. അപ്പം എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കറുവാപ്പട്ടേ ഗ്രാമ്പും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിനുശേഷം അതിനകത്തേക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കുടം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇപ്പം 3-4 തക്കാളി എടുത്തേക്കുന്നുണ്ട്. നമുക്കറിയാലോ ഒരു പരുവം. കാരണം നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. കാരണം അത് വേകാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ അത്രയും വെള്ളം നമ്മൾ പറ്റിക്കേണ്ടി വരും. തക്കാളി സോസ് എന്ന് പറയുമ്പോൾ വെള്ളമല്ലല്ലോ, നല്ല കുറുകിയിരിക്കണമല്ലോ. ഇതിന് ശേഷം നമ്മളിന്ന് ഇച്ചിരി ഉപ്പൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിന് ശേഷം വേണം നമ്മളിന്ന് അടച്ചു വെച്ചൊരു 3-4 വിസിലടിപ്പിക്കണം. ഒരു 3-4 വിസിലടിക്കുമ്പോൾ തന്നെ നല്ല നന്നായിട്ട് വെന്ത് കിട്ടും. തക്കാളിക്ക് അധികം വേവൊന്നും ഇല്ലാത്ത സാധനമല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം നമ്മൾ ഇതെടുത്തിട്ട് ഇതിനകത്തുനിന്ന് കറുവപ്പട്ടയും ഗ്രാമ്പും എല്ലാം മാറ്റണം. കാരണം അതെല്ലാം കൂടി ഇട്ട് അടിക്കരുത്. കാരണം നമുക്കിനി മിക്സിയുടെ ജാറിനകത്തിട്ട് അടിക്കുക വേണ്ടത്. അപ്പം ആ കറുവപ്പട്ടയും ഗ്രാമ്പുവിൻ്റെ ഒക്കെ ടേസ്റ്റ് അതെല്ലാം കൂടി ഇട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അല്ലാത്തതിന് ഇത് ഓൾറെഡി ഇതിനകത്തിട്ട് വേവിച്ച് വെക്കേണ്ട അതിൻ്റെ സ്മെല്ലും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് വന്നാൽ അത് നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിനകത്തേക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം ഈ തക്കാളി അടിച്ചെടുത്താലും അതിൻ്റെ കുരുക്കളൊക്കെ കാണും ഇതിനകത്ത്. അപ്പം നല്ല ഫൈനായിട്ട് കിട്ടണമെങ്കിൽ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ അടുത്ത മെയിനായിട്ടുള്ള പണികൾ മൊത്തം കിടക്കുന്നത്. അരിച്ചെടുക്കുന്നതോടെ വരെ കുഴപ്പമില്ല. ഇതിന് ശേഷം ഇതിനകത്തുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം മൊത്തം നമ്മൾ വറ്റിച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് കുറുകി നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പാൻ എടുപ്പത്ത് വേണം. പാനിനകത്ത് എണ്ണയൊന്നും ഒഴിക്കരുത്. നല്ല ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ ശേഷം നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം ഇതിനകത്തെ വെള്ളം മൊത്തം പറ്റണമല്ലോ. അപ്പം അതിന് മുമ്പ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന ആദ്യം ഇട്ട് കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറുകിയിട്ടുണ്ട്, പിന്നെ അത് അവിടെ ഇവിടെ കട്ട പിടിച്ച് കിടക്കും. അപ്പം ഈ ഇച്ചിരി ചാറോട് കൂടി തന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കണം. കാരണം പിടിച്ചിരിക്കരുത്. അവിടെ ഇവിടെ എല്ലാം കൂടെ എല്ലാം കട്ട കെട്ടി കിടക്കും. നന്നായിട്ട് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് അതങ്ങോട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി അടുത്ത പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പഞ്ചസാര ഇതുപോലെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കാരണം കട്ട പിടിച്ച് കിടക്കുക. എന്നിട്ട് നമ്മൾ ഈ മധുരവും എരിവൊക്കെ ഒന്ന് നോക്കണം. നമുക്കറിയാലോ തക്കാളി സോസിന്റെ ഒരു മധുരവും അതുപോലെ തന്നെ എരിവൊക്കെ എന്തോരം ഉണ്ടെന്ന്. നമ്മളിവിടെ അളവ് പറഞ്ഞാലും നമ്മുടേതായ രീതിക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്ര തക്കാളി എടുക്കുന്ന അതിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ ഈ മുളക് പൊടിയൊക്കെ ചേർക്കാൻ. ഒത്തിരി ഓവറായിട്ട് മുളക് പൊടി ഒന്നും ചേർക്കരുത് കേട്ടോ. അത് നോക്കിയിട്ട് വേണം, നമ്മൾ കുറേശ്ശെ ഇട്ട് നോക്കിയിട്ട് വേണം പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കാനായിട്ട്. എന്നിട്ട് നമ്മളിതിങ്ങനെ കണ്ടിന്യൂസിന് കുറേ സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി ഉണ്ടല്ലോ, വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി എന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങ് വിനാഗിരി ഒഴിച്ചു കൊടുക്കരുത്. വേറൊന്നും കൊണ്ടല്ല, ഒത്തിരി ഒഴിച്ചു കൊടുത്തിട്ട് ഭയങ്കര പുളിയായിരിക്കും. അത് പാകത്തിനുള്ള വിനാഗിരി ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓരോന്നും ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണം. അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടിപ്പോയിട്ട് ആകെപ്പാടെ നമ്മുടെ തക്കാളി സോസ് കുളമായിപ്പോ. ഇപ്പം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് നോക്കണം. പിന്നെ ഇത് നന്നായിട്ട് ഇനി കുറുകണം. ഇനിയിപ്പോൾ എന്താണ് കണ്ടിന്യൂസിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം കണ്ടോ, അത്യാവശ്യം ഇത് കുറുകി വരുന്നുണ്ട്. കുമളയൊക്കെ വരുന്നത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. കണ്ടോ, നമുക്കറിയാലോ കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളി സോസൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു പാകം ഉണ്ടല്ലോ, എത്രമാത്രമാണ്, അത് എത്രമാത്രം കുറുകുന്നൊക്കെ. അപ്പം ആ ഒരു പരുവം വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല. പിന്നെ ഇത് തണുത്തതിന് ശേഷം മാത്രം നമ്മളൊരു കുപ്പിക്കകത്ത് അടച്ചു വെച്ചാൽ മതി. കുറേ നാൾ ഒരു കുഴപ്പമില്ലാതിരിക്കും. ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കുവാണെങ്കിൽ എന്താണെങ്കിലും കുറച്ചാളിരിക്കും. പുറത്ത് വെളിയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ വിനാഗിരിയൊക്കെ ചേർത്തേക്കുന്നുണ്ടേ പെട്ടെന്ന് എന്താണെങ്കിലും കേടാകത്തൊന്നുമില്ല. എന്താണെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പം നമുക്ക് എന്താണെങ്കിലും ഉടനെ അതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.